നമസ്കാരം. പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്നുവെന്ന ചരിത്ര തീരുമാനവുമായി എത്തിയ ഫ്രാൻസിനെ വിമർശിച്ചുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയനിൽ ഉൾപ്പെട്ട ഫ്രാൻസ് ചരിത്രത്തെ പോലും തോൽപ്പിച്ചുകൊണ്ട് നിർണായകമായ തീരുമാനമെടുക്കുമ്പോൾ അത് യൂറോപ്പ് യുഎസിൽ നിന്നും അകലുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ്. നിലവിൽ 142 രാജ്യങ്ങൾ പലസ്തീനെ രാജ്യമായി അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അംഗീകരിക്കാൻ ധാരണയാവുകയോ ചെയ്തിട്ടുണ്ട് എന്ന് AFPയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. എന്നാൽ ഇസ്രായേൽ അമേരിക്കയും ഈ നീക്കത്തെ ശക്തമായി എതിർക്കുകയാണ്. ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ 2023 മുതൽ ഗാസയ്ക്ക് നേരെ ആക്രമണം തുടരുകയാണ്. ഇതോടെയാണ് നിരവധി രാജ്യങ്ങൾ പലസ്തീനെ രാജ്യമായി അംഗീകരിക്കാൻ തുടങ്ങിയത്. എന്തായാലും ഫ്രാൻസിന്റെ തീരുമാനത്തെ വിമർശിക്കുക മാത്രമല്ല, ഫ്രാൻസിന്റെ ഈ തീരുമാനം ഭീകരതയാകും സമ്മാനിക്കുക എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം. ഇസ്രായേലിന് പുറത്തു നിന്നുള്ള ഒരു ഭീഷണി കൂടിയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ലജ്ജിപ്പിക്കുന്ന നടപടിയാണ് ഫ്രാൻസിൻ്റെതെന്നും വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ പരമാധികാരം നടപ്പാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും ഇതിനർത്ഥമെന്നാണ് ലെവി കൂട്ടിച്ചേർത്തത്. എന്നാൽ ഇസ്രായേൽ എന്തൊക്കെ പറഞ്ഞാലും ഫ്രാൻസ് എടുത്ത തീരുമാനത്തിൽ നിന്നും ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ല. പലസ്തീൻ വിഷയത്തിൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് നിർണായക പ്രഖ്യാപനവുമായി ഫ്രാൻസ് എത്തിയത്. പലസ്തീനെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി അംഗീകരിക്കുമെന്നും നിർണായക പ്രഖ്യാപനമാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ നടത്തിയത്. അതായത് നിർണായകമായ ഈ പ്രഖ്യാപനം ഐക്യരാഷ്ട്ര സംഘടന സെപ്റ്റംബറിൽ ചേരുന്ന സമ്മേളനത്തിൽ പ്രഖ്യാപിക്കും. അതിന് കാരണം താൻ എപ്പോഴും പ്രാധാന്യം നൽകുന്നത് സാധാരണക്കാരുടെ ജീവനാണ്. അതുകൊണ്ടാണ് സാധാരണക്കാരുടെ ജീവന് അടിയന്തരമായി സംരക്ഷണം നൽകണമെന്ന ഒരു ലക്ഷ്യം മുന്നിൽ നിൽക്കുന്നതുകൊണ്ടാണ് താൻ ഈ തീരുമാനം എടുത്തത് എന്നാണ് പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. അതായത് ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ കൊണ്ടുവരണമെന്നും ഈ സമയത്ത് ഹമാസിന്റെ പിടിയിലുള്ള എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെന്നും ഗാസയിലെ ജനങ്ങളുടെ ദുരിതം അവസാനിപ്പിക്കണമെന്നും മാക്രോൺ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഹമാസിനെ നിരായുധീകരിക്കുന്നതിനൊപ്പം സുരക്ഷിതമായ ഗാസ കെട്ടിപ്പടുക്കേണ്ടതുണ്ടെന്നും പലസ്തീൻ രാഷ്ട്രം പണിതെടുക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. മധ്യപൂർവേഷ്യ സമാധാനത്തിൽ കഴിയണമെന്നും ഫ്രാൻസ് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഇസ്രായേലിനും പലസ്തീനും മറ്റ് രാജ്യാന്തര പങ്കാളികൾക്കുമൊപ്പം സമാധാനത്തിനായി ഫ്രാൻസ് പ്രയത്നിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹമാസ് ഇസ്രായേലിന് നേരെ മിന്നലാക്രമണം നടത്തിയപ്പോൾ ഫ്രാൻസ് ഇസ്രായേലിനെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഗാസയിൽ ഇസ്രായേൽ നിലവിൽ നടത്തുന്ന മനുഷ്യത്വരഹിതമായ നടപടികൾ മാക്രോൺ തീർത്തും അസ്വസ്ഥനായിരുന്നുവെന്നും അദ്ദേഹത്തോടുള്ള അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതോടെ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്ന ഏറ്റവും കരുത്തുറ്റ യൂറോപ്യൻ രാഷ്ട്രം ഫ്രാൻസ് ആകും. 12ലേറെ യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീനെ ഇതിനകം തന്നെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി അംഗീകരിച്ചിട്ടുണ്ട്. പടിഞ്ഞാറൻ യൂറോപ്പിലേക്കും തന്നെ ഏറ്റവും അധികം ജൂതന്മാരും മുസ്ലിമുകളും ഫ്രാൻസിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മധ്യപൂർവേഷ്യയിലെ പ്രശ്നങ്ങൾ വലിയൊരളവ് വരെ ഫ്രാൻസിനെ ബാധിക്കാറുമുണ്ട്. ഇസ്രായേൽ ഗാസയിൽ ആക്രമണം രൂക്ഷമായതിന് പിന്നാലെ ചെങ്കടലിലൂടെയുള്ള ചരക്കു നീക്കമടക്കം ഹൂതികൾ താറുമാറാക്കിയിരുന്നു. ഇത് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കനത്ത സാമ്പത്തിക ആഘാതമാണ് നൽകിയത്. ഇതും പാലസ്തീൻ അനുകൂല തീരുമാനം സ്വീകരിക്കാൻ മാക്രോയെ പ്രേരിപ്പിച്ചുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. അടുത്തയാഴ്ച UN ആരംഭിക്കുന്ന സമ്മേളനത്തിൽ ദ്വിതാരാഷ്ട്ര പ്രമേയം അവതരിപ്പിക്കാനും ഫ്രാൻസ് തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാൻ അവകാശമുണ്ടെന്ന നിലപാടിലും ഫ്രാൻസിന് മാറ്റമില്ല. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച